ശത്രുക്കളാണെന്ന ബോധവും ചിന്തയും ഞാൻ എന്റെ മനസ്സിൽ ഊട്ടിയുറപ്പിച്ചു. ദുര്യോധനൻ ശത്രുവിനോട് ദയ കാണിക്കുന്നവനല്ല, നീതി കാണിക്കുന്നവനുമല്ല. തോറ്റോടിയിട്ടില്ല. വീരനായ ക്ഷത്രിയനെ പോലെ കർമ്മകുശലതയോടെ ശത്രുവിനു നേരെ സിംഹത്തെ പോലെ പാഞ്ഞെടുത്തു. അവരുടെ സർവനാശം അതുമാത്രമായിരുന്നു എന്റെ ലക്ഷ്യം. ഭീമന്റെയും ദുര്യോധനന്റെയും ഗുരുനാഥൻ ബലഭദ്രർക്ക് പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു ദുര്യോധനൻ. ഗദായുദ്ധത്തിൽ ഭീമനേക്കാളും മുന്നിലായിരുന്നു ദുര്യോധനന്റെ സ്ഥാനം. എന്നിട്ടും ദുര്യോധനൻ വീണു. പറ്റിയാണ് ഭീമനും അർജുനും കൗരവരെ വധിച്ചത്. ഭഗവാനെന്ന് ഖ്യാതി നേടിയ കൃഷ്ണൻ എല്ലാ ഗൂഢതന്ത്രങ്ങളുമായി അവരുടെ കൂടെ തന്നെ നിലയുറപ്പിച്ചു. ജീവിതത്തിൽ ഇന്ന് ഞാൻ ഏറ്റവും വെറുക്കുന്നത് ആ കൃഷ്ണാർജുനന്മാരെയും ഭീമസേനയുമാണ്. യാത്ര ചെയ്യാൻ കഴിയാത്തത് ഞങ്ങൾ പാപികളായതുകൊണ്ടാണ്. ഞങ്ങൾക്കിനി എന്ത് സൽഗതിന് മുൻപ് തന്നെ ഭീമൻ അവന്റെ കഥ കഴിക്കില്ലേ രാജൻ? കടന്നു പോകോ. നാശത്തിനായി ഞാനിതാ ബ്രഹ്മശിരോസ്ത്രം അയക്കുന്നു.